മഹാന്മാരെ കുറിച്ച് പ്രകീർത്തിച്ച് പാടുന്ന ഗാനങ്ങളായാലും മധുര ഗാനങ്ങളായാലും പ്രവാചകനെ കുറിച്ച് മധുരങ്ങളായാലും ഇതൊക്കെ പെടുന്ന വിഭാഗമാണ് ആഷ്. ഇപ്പൊ പേരിമ്മ പറഞ്ഞു, ചിരിമ്മ പറഞ്ഞു, ആഷ് പറഞ്ഞു. അടുത്ത വിഭാഗമാണ് ഒയ്യാരം, അതായത് ശോകഗാനങ്ങൾ. ഒയ്യാരം എന്ന് പറഞ്ഞാൽ ശോകഗാനങ്ങൾ. ജാതി നോക്കി വെച്ചേരിച്ചതാണ് മൺകുടിൽ ജീവനം കൊണ്ടോടിയപ്പോൾ എത്തി ഞാൻ ഈ പാതയിൽ. ജാതിയേതാണെന്നറിയാതെ തെരുവിൽ വീണ് ഞാൻ ജോലി ചെയ്യാനും ഗതിയില്ലാതെ പിച്ചതെന്തി ഞാൻ. ഒയ്യാരം തനി മണൽ പോലും തേങ്ങി കരഞ്ഞിരുന്നു. താരിളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു. കോട്ടൽ വീട്ടിലെ പൗസിമോളുടെ മോതിരം കാണവ് പോയി. കട്ടകൾ ഞാനായിരിക്കും എന്നുടൻ സംസാരമായി. വേലക്കാരി പെണ്ണിനുണ്ടോ ചോദിക്കാനായ ആളുകൾ, വേദനിക്കാനാ സാധുക്കൾക്ക് വീടേ നാടുകൾ. ഏതൊരു ഭാഗം ഒയ്യാരം. സിമ്പിളായിട്ട് നമ്മ കുട്ടികളെ തൊട്ടിലിട്ടോ അറക്കുന്ന താരാട്ട് പാട്ടുകൾ നമ്മൾ അല്ലേ, താരാട്ട് പാട്ടുകളെയും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഏത് ഒയ്യാരം. താരാട്ട് പാട്ടുകൾ, ശോകഗാനങ്ങളൊക്കെ ആ വിഭാഗത്തിലാണ് പെടുന്നത്. ഇനി അടുത്തത് മധുരക്കവി എന്ന് പറയുന്ന വിഭാഗമാണ്. പ്രണയഗാനങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് യഥാർത്ഥത്തിൽ പ്രണയഗാനങ്ങൾ. അതുപോലെ തന്നെ ചില കത്തുപാട്ടുകളൊക്കെ ഏത് വിഭാഗത്തിലാണ്? മധുരക്കവി എന്ന് പറയുന്നത്. പ്രണയഗാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രണയഗാനങ്ങൾ അറിയാം അല്ലേ? ഏറ്റവും നല്ല പ്രണയഗാനം എഴുതിയ കവി ആരാണെന്ന് വെച്ചാൽ മഹാകവി മൊയ്‌മുട്ടി എന്ന് പറയേണ്ടി വരും അല്ലേ? ഏതാ? ചിത്തിരം കൊത്തി മറിയും ചെമ്പകച്ചുണ്ടും ചിരിയും സുത്തമാളർ വിരിയും സൂക്ഷ്മമിൽ പാലപുരിയും കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച് എൻ മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷമുന്നില്ലേ. മധുരത്തെ കുടിപ്പാൻ ഉത്തവൻ ഞാനല്ലേ. ഏറിയ നാളായി പൂതി വെച്ചിരുന്നു മുല്ലേ. പ്രണയഗാനം. ഇനി കത്തുപാട്ടുകൾ എടുത്തു നോക്കിയാൽ എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുന്നതെന്നാലീശത്തില് ചൊല്ലിരുന്നു വസലാം. ഈ അടുത്ത കാലത്ത് ബാപ്പുവാട് എഴുതിയ ഒരു മനോഹരമായ കത്തുപാട്ടുണ്ട്. എഴുതിടാം ഞാൻ അസ്സലാമു അലൈക്കുമോദി. എന്റെ പൊന്നും മാന കാണാൻ ഉള്ള പൂതി. കണ്ണുമിന്റെ കാശയക്കും കൂടെ കൂടെ ഇല്ലായി സ്നേഹമേക നിങ്ങളും ഇവിടെ ഞാൻ ഇന്നേകനാണെന്നില്ലേ ഓർമ്മ. അപ്പൊ മധുരക്കവി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ? വിസ്താരം എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളത്. അതാണ് നമ്മുടെ ആദ്യ വിഷയം. തനിമയാർന്ന ട്രഡീഷണൽ അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽപ്പെടുന്ന പാട്ടുകൾ, തനിമയാർന്ന പാട്ടുകൾ, അതിന്റെ നിയമവശങ്ങളൊക്കെ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുള്ള പാട്ടുകളാണ് ഇത്. ട്രഡീഷണൽ അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽപ്പെടുന്ന മാപ്പിളപ്പാട്ടുകൾ. സുഹൃതം സന്തോഷപുത്ര ചന്തം മുന്തിര സുന്ദരി ചന്ദ്ര ശോഭി സൂര ഒരു കസൂറ അക്കാന കോലമകൾ മക്കാവ് പിന്നിലെ ദൈവക മദീന തണവായ് ആനേ മദനപൂ കനിതേനാനേ ബദുർഹുദാ യാസീന നബി ഖറജായം നേരം പദകുടി മൂണ്ടെന്ന കെട്ടിടയതിലുണ്ടേ ചുറ്റുകുറ്റ സുരപുരി മുണ്ടും ചിന്തും മുമ്പും ഫതിലും തിക സ്വർഗത്താനം പങ്കീശരുളവിരവിടെ ഉടൽത്താറായ നല്ല തലമിലെ ബഹുകേമ കൊടിയടിയിലെ. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പാട്ടുകൾ നമുക്കറിയാം.
അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽ പെടുന്ന പാട്ടുകളെയാണ് കൃത്യമായി പേര് പറയുന്നത് ട്രഡീഷണൽ, അതായത് വിസ്താരം എന്ന് പറയുന്നത്. ഇതാണ് ഇശലുകൾ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ. ആ ഇശലുകൾ എടുത്തുകൊണ്ടാണ് നേരത്തെ ചോദിച്ച ചോദ്യം. ആ ഇശലുകളിൽ ഇപ്പോ നേരത്തെ ചോദിച്ചൊരു പാട്ടുണ്ടല്ലേ, നേരത്തെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊങ്കൽ ഇശലിൽ നമ്മളൊരു പാട്ടെടുക്കാം. അതീക്ഷണത്തിൽ പുകയും ഹബീബുള്ള തിരുമുമ്പത്തി. ആ ഒരു പാട്ടുകളും തൊങ്കലിശ, ആ പാട്ടിനോട് നേരെ അത് ഇശലേത തൊങ്കലാണ്. നേരത്തെ ചോദിച്ചു കെസ് പാട്ടുകൾ, കെസ് പാട്ടുകളിൽ പറയുന്ന ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ? കെസ് പാട്ടുകളിൽ പറയപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ, ആ പാട്ടുകൾ എല്ലാം ഇതിൽ പെടുക എന്നുള്ളതില്ല. കെസ് പാട്ടുകളിൽ നമ്മൾ കൃത്യമായ അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽ പെടാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. അതൊക്കെ ഉൾപ്പെടുന്ന പല വിഭാഗങ്ങളും അപ്പുറത്തുണ്ട്. പോരാനോട് ഈരവും പകലും തേടി തകിലാകെ ഇബ്രാഹിം കിട്ടി മകനാ ഇസ്മായിൽ നബി എന്ന നേരെ ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ. നേരെ തിരിച്ച് ശോകഗാനങ്ങൾ, ഏതാ ഉയ്യാരം എന്ന് പറയുന്ന വിഭാഗത്തിൽ പോകുന്ന സമയത്ത് അലിയാർ മനന്നുണ്ട് കരച്ചിലായി അരുമകനി ഫാത്തിമ പിരിയലായി. ഇശല തൊങ്കലാണ് ആണോ? ഇശല് തൊങ്കലാണ്, പെടുന്ന വിഭാഗമാണ്. ഇപ്പൊ ഞാൻ പാടിയ പാട്ട് ഒയ്യാരം. നേരെ തിരിച്ച് ഈ ഇശലെടുത്തുകൊണ്ട് അതീക്ഷണത്തിൽ പുകയും ഹബീബുള്ള തിരുമുമ്പത്തി വിസ്താരം എന്ന് പറയുന്ന വിഭാഗം. അതാണ് മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. പേരിപ്പം എന്ന് പറയുന്ന വിഭാഗം നമ്മൾ പറഞ്ഞു. ആ പേരിപ്പം പറയുന്ന വിഭാഗത്തിൽ ഒരുപാട് ഇരവുകളുണ്ട് അല്ലേ? ട്രഡീഷണൽ ആണ്. അത് പാട്ട് മാറി ഈണം മാറ്റി വെളിവിരുളും മനസ്സ് പോലെ വിഭാഗം വിസ്താരമാണ്. വെളിവിരുളും എന്ന് പറഞ്ഞത് കൊണ്ട് അത് എന്തായിക്കൊള്ളണമെന്നില്ല. പേരിപ്പം എന്ന് പറയുന്ന വിഭാഗമല്ല. കൃത്യമായ ഭാഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എഴുതിയ അറബി മലയാള ഭാഷ സാഹിത്യ പദ്യശാഖയിൽപ്പെടുന്ന പാട്ടുകളെയാണ് വിസ്താരം എന്ന് പറയുന്ന ഖണ്ഡകാലത്തിൽ പെടുന്ന പാട്ടുകൾ. ഓക്കെ, പേരിപ്പ പറഞ്ഞു, ചിറ്റിപ്പ പറഞ്ഞു, ഉയ്യാരം, റാഷ്, മധുരകവി, വിസ്താരം. ഈ വിഭാഗം അവിടെ തീർന്നു. അടിച്ചു കുട്ടിയാണ് പറയുമ്പോ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. ഇനി മത്സരവേദിയിലെ മാപ്പിളപ്പാട്ടും ഇതിൽ നമ്മൾ ഇതാണ് എല്ലാവർക്കും വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. ഇതിന് നേരത്തെ ഫസ്റ്റത്തെ സെക്ഷനിൽ നമ്മൾ വൃത്തിയായിട്ട് ആശ്രമാഷ് പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? ശ്രുതി, താളം, ലയം, രാഗത്ത് നമ്മുടെ മാർക്കിന്റെ മത്സരവേദിയിലെ മാപ്പിളപ്പാട്ടും വിധങ്ങളും നിങ്ങളൊന്ന് വെറുതെ നോക്കി. സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, സാഹിത്യം, മൂല്യനിർമ്മയോപാധികൾ, സാഹിത്യം, മാപ്പിള തനിമ, താളം, ശ്രുതി, ലയം, അതിൽ കിടക്കുന്ന 25 മാർക്ക്. ഇനി നോക്കിക്കോളെ, സാഹിത്യം എന്താണ്? സാഹിത്യം മത്സരവേദിയിലെ മാപ്പിളപ്പാട്ടാണ് വിഷയം. എന്താണ് സാഹിത്യം? അറബി മലയാള സാഹിത്യം അല്ലെ? അറബി മലയാള സാഹിത്യത്തിൽ ആ സാഹിത്യത്തിന് 25 മാർക്കാണ്. അതിൽ പല തരത്തിലുള്ള പാട്ടുകളിലെ ആശയം കൃത്യമായി പാലിക്കാതെ ഒരു സാഹിത്യവും ഇല്ലാതെ വരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ഒരുപാട് അടിത്തട്ട അങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് കലോത്സവ വേദികളിലൂടെ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കൃത്യമായിട്ട് പാലിക്കപ്പെട്ട് എഴുതിയ പാട്ടൊന്നുമല്ല. പക്ഷെ മത്സരാർത്ഥികൾക്ക് ചില ആളുകൾ കൊടുക്കുകയാണ്, ഇതേ പാടാൻ പറ്റൂ, ഇങ്ങനെയുള്ള പാട്ടുകളെ പറ്റൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആശയം സാഹിത്യം എത്ര കണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അറബി അധ്യാപകരും കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട് സംഗതി മനസ്സിലാക്കാൻ. മനസ്സിലായി? അറബി മലയാള സാഹിത്യത്തിൽ പെടുന്ന അതിന്റെ പ്രാസംഗികം കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുള്ള പാട്ടുകളാണോ എന്ന് കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഇനി മാപ്പിള തനിമ, ആദ്യം മാപ്പിള തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ പാട്ടുകളും തനിമയുള്ള മാപ്പിളപ്പാട്ടുകളും ആയിക്കോണമെന്നില്ല. അറബി മലയാള സാഹിത്യമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ചില പാട്ടുകളിൽ ഇശല് കറക്റ്റായിരിക്കും, തനിമ ഉണ്ടോന്ന് ചോദിച്ചാൽ തനിമയുണ്ടായിരിക്കും. പക്ഷെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചില പാട്ടുകളുടെ ട്യൂണുകൾ എടുത്തുകൊണ്ട് ചേർത്തുകൊണ്ട് ഇശൽ പോലും അതിന് കൃത്യമായിട്ടുണ്ടാവില്ല. ഏതെങ്കിലും പല ഫിലിം
പാട്ടുകളുടെയൊക്കെ ട്യൂണുകൾ എടുത്തുകൊണ്ട് അത് എന്തായി മാറും? നമ്മുടെ മാപ്പിള തനിമയിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്ന ചില പാട്ടുകളുണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ തനിമയാർന്ന പാട്ടുകൾ ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെടുക. പിന്നെ അതിന്റെ സാഹിത്യം അറബി മലയാള സാഹിത്യമാണോ എന്ന് പരിശോധിക്കുക എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വിഷയമാണ് ശ്രുതി ലയം. ഇതെങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്? ഇപ്പൊ ശ്രുതി എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നേരത്തെ രാവിലെ സെഷനിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു പാട്ട് പാടാം. സുഹൃത്തുള്ളവര് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പാട്ടായിരുന്നു. അതിമ തന്നെ പിടിച്ചോളൂ. സുഹൃത്തം തരും ഒരു ശരയുടെ നീതിമാതി സന്തോഷ പുന്തൽ ചന്തം സുന്ദരമുണ്ട് എന്താ സംഭവിച്ചത്? ശ്രുതി ഔട്ടായി. എന്താ ശ്രുതി ആകെ പോയി അല്ലേ? പല ശ്രുതികളൊക്കെ ഞാൻ പാടിയത് നേരെ അനുഭവിക്കുന്നത് പലതരത്തിലപ്പോ ഞാൻ ശ്രുതി പാടുക കണ്ടോ. ഇത് നമുക്ക് തിരിച്ചറിയണം. ചില ആളുകൾ ചിലപ്പോൾ അതുപോലെ തിരിച്ചറിയൂല. ഏതാനത്ത് കയറാം, മൈക്കെടുക്കുക, അസ്സലാമലൈക്കും മോയൻ കയറുവാരെ കൊണ്ട് എഴുതിയ ഏതാനും ചില വരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആറ്റിച്ചാടി മുഹൂർത്തെന്ന് പറഞ്ഞാണ് അവിടെ പാടും. ഏതാ പാടുന്നത് ഏതായിരിക്കും? സുഹൃത്തുക്കളായിരിക്കും. ചിലപ്പോൾ ശ്രുതി മനസ്സിലാവില്ല. അപ്പൊ ഇത് പോയോ ഇല്ലേ എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചെങ്കിലും ഒരു സംഗീതം ബോധമുള്ളതായിരിക്കണം എന്നുള്ളതാണ് അല്ലേ? തീരെ ഒരു ബോധമില്ലാന്ന് ആരെങ്കിലും ഇങ്ങനെ. പക്ഷേ ഇത് ചിലപ്പോൾ ആളുകൾക്ക് നോട്ട്സ് നൊട്ടേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഉദാഹരണത്തിന് സുഹൃത്തുക്കളോട് ഞാനത് പറഞ്ഞു. സുഗന്ധം തരും ഒരു സന്തോഷ പൊന്തുൽ ചന്തം മുന്തിര സുന്ദരി ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ അഹമ്മദിന്റെ കഥ തോന്നിയത് അത് വിഷയം സലാമിന്റെ അല്ലേ? ഇപ്പൊ അറബിയിലെ അതിന്റെ അക്ഷരങ്ങൾ സാഹിത്യം എന്ന് പറയുന്ന ഭാഗങ്ങൾ ടീച്ചർ ശ്രദ്ധിച്ചു അല്ലേ? സലാമിന്റെ എന്ന് പറഞ്ഞ ചില കുട്ടികൾ പാടുന്നുണ്ട്. സലാമിന്റെ എന്നുള്ളത് അതാണ് അറബിമലയാള സാഹിത്യം. തേൻ കുടൽ കസ്തൂരിവാസം അവിടെ പാടുക. തേൻ കുടൽ കസ്തൂരിവാസം പൂക്കമഴ്തമാനെ തേരികൾ കരേഷുപെറ്റ ഫാത്തിമ ബിതേനെ. എന്താണ് വ്യത്യാസം? കുടൽ എന്ന് പറഞ്ഞാല് എന്താണ്? പോയി ഇല്ലേ? കുടലെന്താണെന്ന് നമുക്കറിയാം. നേരെ കുഴൽ എന്ന് പറയുമ്പോൾ സാഹിത്യമത്തെ കുഴൽ എന്ന് പറഞ്ഞ സ്ത്രീ എന്നാണ് അർത്ഥം. ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആശയം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടന്റ് എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കാരണം. ആ ആശയത്തോടൊപ്പം കസ്തൂരിവാസം പൂക്കമേഴുന്ന മാനെ ആദ്യ അന്തം എന്ന് പറയുന്ന ഈശ്വരൻ അദ്ദേഹം രചിക്കപ്പെടുന്ന സമയത്ത് അത് കൃത്യമായ നിയമം പാലിക്കപ്പെട്ട് എഴുതിയ പാട്ടാണ്. ആ തേൻകുഴൽ പാടി എഴുതി യൂട്യൂബിൽ നിന്ന് കേട്ട് എഴുതിയെടുക്കാവും. ആ സമയത്ത് കുഴലുണ്ടായി പോകും, കുടലായി കണ്ടോ. പങ്കജപ്പൂന്നുള്ളത് ചിലപ്പോൾ ചില അക്ഷരങ്ങൾ അതിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് മാറിപ്പോകും. ചെറിയ കരികകൾ സിന ചെയ്യും ശരീരാണെന്ന് പാടിയ ആൾക്കാരുണ്ട് കണ്ടോ. അപ്പൊ സാഹിത്യത്തിൽ അവിടെ കോട്ടം സംഭവിച്ചു. അത് പറയാൻ വേണ്ടി നമ്മൾ ഇത്രയും പറയുന്നത്. അതേപോലെ തന്നെ ചില പാട്ടുകൾ ഞാൻ ശ്രുതിയുടെ വിഷയം പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. സുഗന്ധം തരും ഒരു ശരഫുടെ നീതിമതി മഹിമക്കാരുടെ മഹിമക്കാരമതലങ്കും വെളിപ്പെടെ. ഇതിപ്പോ ഞാൻ പാടിയത് ശ്രുതി ശ്രുതി കറക്റ്റാണ് അല്ലേ? പക്ഷെ ഞാൻ പാടിയതാണോ പറഞ്ഞതാണ്? ലയിച്ചില്ല, ലയമില്ല. ശ്രുതി കറക്റ്റാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ സംസാരത്തിന്റെ മുകളിൽ അങ്ങോട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെ വർത്താനം സുഖല്ലേ? ഏത് ശ്രുതിയിലാണ് ചോദിച്ച് നേരെ കാണാൻ സുഖല്ലേ? കുറച്ചുകൂടി ഹൈയായി ഉണ്ടോ? അപ്പൊ അതങ്ങനെ കയറി പോകുന്ന സമയത്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പറയുന്നതും പാടുന്നതും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നോട്ട്സ് എന്ന് പറയുന്ന സംഗതി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സുഹൃത്തുക്കൾ കൃത്യമായി നൊട്ടേഷൻ ഉണ്ട്. അതിന്റെ നോട്ട്സ് കൃത്യമായ സ്ഥായിയിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് ആലാപന മാധുര്യം ഉണ്ടാവും. വെറുതെ പറയണോനും ഓ പറഞ്ഞു പാടി മറ്റോ നന്നായി പാടിയിട്ടുണ്ടാവും. ചിലപ്പോൾ പറഞ്ഞു പാടിയതിനേക്കാളും എന്ത് ചെയ്യാം മാർക്ക് കൊടുക്കുക. മറ്റോ പാടിയപ്പോ എന്താ പ്രശ്നം? ഓന് വെള്ളിയിട്ടാണ് പാടുന്നത്. എന്നിട്ടാണ് വെള്ളിയിട്ടാണ് പറഞ്ഞിട്ട് പ്രശ്നം. ഓൻ പറഞ്ഞത് പാടിപ്പോയി. അതാണ് അവിടെ പരിഗണിക്കേണ്ടത്? അല്ല, അവിടെ പാടിയോനാണ് പരിഗണിക്കേണ്ടത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയത്തിന് ഗണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യണം. ഇനി താളത്തിന്റെ വിഷയം.
ലയം എന്താന്നുള്ളതാണ്. ഈ താളം നോക്കി, ഈ താളത്തിന് 25 മാർക്ക്. എന്താ താളം? രാവിലെ നമുക്ക് സെഷനിൽ ചിലപ്പോൾ താളത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. പറഞ്ഞിട്ടുണ്ടാവും 4/4 താളം പറഞ്ഞിട്ടുണ്ടാവും, തക്കത്തി ചിലപ്പോൾ 6/8 പറഞ്ഞിട്ടുണ്ടാവും, തക്കിട്ട പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ നേരെ തിരിഞ്ഞ് 7/8 താളം പറഞ്ഞിട്ടുണ്ടാവും, തക്കിട്ട തക്കത്തി ഇത് പറഞ്ഞിട്ടുണ്ടാവും. വേറെ താളുണ്ട്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് നമ്മൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പാടുന്ന സമയത്ത് കൃത്യമായ താളത്തിലാണ്. നോക്കിപ്പോൾ സുഹൃത്തൂൽ ഏതാ താളം? 4/4 താളം പാടുന്നത്. സുഹൃത്തൂൽ സുഹൃത്തം തരം ഒരു ശരഫുടനി മതി സന്തോഷ പൊന്തുൾ ചന്തം മുന്തിന സുന്ദരി ശോഭി സൂര്യ എന്ന് പാടി കഴിഞ്ഞാൽ എന്തായി? താളം ഔട്ട് എന്നാണ് അല്ലേ. വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി താളം താളത്തിന് കൃത്യമായ വശമുണ്ട്, അവിടെ തന്നെ കൊണ്ടുപോയിടാൻ പാടുന്നു. സമയം ഭയങ്കര അപ്പൊ താളം മനസ്സിലായോ? 4/4 6/8 7/8 ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് മാപ്പിളപ്പാട്ട് തൽക്കാലം പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂറോട് 1 മണിക്കൂറോടോ പറഞ്ഞു തീർക്കേണ്ട കാര്യമില്ല. ഞാനത് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി ഞങ്ങൾ ഒരു ദിവസം മൊത്തം പറഞ്ഞാൽ. അതുകൊണ്ട് ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. അടുത്തതാ ഒപ്പന. ഒപ്പന കാണിക്കാം എന്നിട്ട് പറയാം. അതാണ് നല്ലത്. സ്വഭാവത്തുമൊന്നായി ഇതാണ് ഒപ്പനയുടെ എന്ന് പറയുന്നത്. കണ്ടോ? അത് ആ അടിയിൽ എത്ര അടിയാണോ അതിന് വേണ്ടത് ആ ആവശ്യാർത്ഥം പോലീസ് ഇഷ്ടപ്പെടുത്തും. അതിനെയാണ് വഴി നീളം എന്ന് പറയുന്നത്. ഏതാ വഴി നീളം? മണവാട്ടിയെ കൊണ്ട് പാടി വരുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ, വഴി നീളം കഴിഞ്ഞു. ഇനി അതിന്റെ അടുത്ത പാട്ട് വൈദ്യുതി കഴിഞ്ഞു. അടുത്ത പാട്ട് തുടങ്ങി. നേരത്തെ അതിന്റെ വാൽമൂലം ശ്രദ്ധിക്കേണ്ട. ഒപ്പനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമമാണ് വാൽമൂലക്കമ്പി. വഴിനീളത്തിന്റെ അവസാനത്തെ അടിയിലെ വാൽക്കമ്പി എടുത്തിട്ടാണ് വാൽമൂലക്കമ്പി അടുത്ത പാട്ട് തുടങ്ങിയത്. ഏതാ? ഹബീബർ കൗലുകളായി പേര് ഹാജത്ത് പൊങ്കിടലായി നബിയുള്ള പൂർവികളായി സർവ്വം നിൽക്കുവതായി അതിലാണ് കളി ആരംഭിക്കുന്നത്. അതിനെയാണ് ചായ മുറുക്കം എന്ന് പറയുന്നത്. അത് 4 അടി ഉണ്ടാവും, അല്ലെങ്കിൽ 3 അടി ഉണ്ടാവും. 4 അടിയോ അല്ലെങ്കിൽ 3 അടിയോ ഉണ്ടാവും. അത് അതിന്റെ നിയമവശം. ഇനി അടുത്ത് അതിനാണ് മുറുക്കം എന്ന് പറയുന്നത്. ഇതേ ഇനത്തിൽ തന്നെ അതിൻ്റെ ചിലപ്പോൾ ടൂണ് മാറിയിരിക്കാം, പക്ഷെ അടിക്കണക്ക് മൊഴി കറക്റ്റായിരിക്കും. അങ്ങനെ 3 അടികൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ 4 അടികൾ കൃത്യമായിട്ട് വേണം. അതാണ് ചായ മുറുക്കം എന്ന് പറയുന്നത്. ഏതാ? ചായ മുറുക്കം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നത് എന്തായിരിക്കും? ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും നീളത്തിലുള്ള ചായ മുറുക്കായിരിക്കും. അടുത്ത പാട്ട് കണക്ഷൻ കൃത്യമായിരിക്കും. അപ്പൊ മൂന്നാമത്തെ ചായ കേട്ടോ. വൈദ്യുതി വന്നു. ആദ്യം ഒരു ചായ മുറുക്കെടുത്ത് വീണ്ടും അടുത്ത ഏതെങ്കിലും ഒരു പാട്ടിന്റെ അത് കണക്ഷൻ
കൃത്യമായിരിക്കണം. ആ ചായയിൽ അതിന്റെ മുറക്കും പാടി കഴിഞ്ഞിട്ട് യഥാർത്ഥ ചായ ആദ്യ അന്തം വിഷൽ എന്നാണ് അതിന് പറയാ. ഒപ്പനയുടെ അടിസ്ഥാനപരമായ വിഷൽ എന്ന് പറയുന്നത് ആദ്യ അന്തം വിഷലാണ്. അത് വെറുതെ ആലോചിച്ചാൽ മതി. നമ്മൾ ഉമ്മമാര് കുട്ടികളെ തൊട്ടിലിട്ട് ഉറക്കാൻ ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ കേട്ടതൊക്കെ അതാണ്. അതിനെയാണ് ചായ, അതാണ് ചായ. പതിഞ്ഞ വെപ്പ് എന്നാണ് അർത്ഥം. ആ പതിഞ്ഞ വെപ്പ് നേരമപ്പൂ പൈതലോരെ മാറി അതിനെ കൊടുക്കാം. ഇതിന്റെ താളം 7/8 താളായിരിക്കും. നമ്മൾ വൈദ്യം അവരവരുടെ സ്വാതന്ത്ര്യത്തിനടുത്ത് അനുസരിച്ചായിരിക്കും. 6/8 ആയിരിക്കാം, 4/4 ആയിരിക്കാം. അതൊരിക്കലും 7/8 വരില്ല. ചിലപ്പോൾ രണ്ടാമത്തെ ഇഷ്യൂ അതേപോലെ തന്നെ 4/4. മൂന്നാമത്തെ പാട്ട് എടുക്കുമ്പോൾ അത് 4/4 ആയിരിക്കും. ചായ മുറുക്കും. നേരെ നാലാമതായിട്ട് വരുന്ന ചായയാണ് 7/8 താളം. നിർത്താം. ഓക്കെ ഓക്കെ. അപ്പോ അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പോ ഒപ്പനെ ഇത്ര ചിന്തിക്കും. വൈകണം, ചായ മുറുക്കം, 2 ചായ മുറുക്കം കണക്ട് ചെയ്ത് അടുപ്പിച്ച് വരും. അങ്ങനെ 3. പിന്നെ ചായയുടെ മുറുക്കം, ഇടമുറുക്കം, അതിന്റെ മുറുക്കം. ചായയുടെ ഇടമുറുക്കം, അതിന്റെ മുറുക്കം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചായ മുറുക്കം. 3 എണ്ണം 6/8 താളത്തിലൊക്കെ ആയിരിക്കും. 3 എണ്ണം അടുപ്പിച്ച് വരും. അതിന് മുറുക്കം ഉണ്ടായിരിക്കണം. വീണ്ടും ചായയിലേക്ക് കടക്കുകയാണ് ആദ്യ അന്തം വിഷയത്തിൽ. അത് കഴിഞ്ഞ് അതിന്റെ ഇടമുറുക്കം, മുറുക്കം, പൂക്ക് വഴിക്കണം. ഇതാണ് ഒപ്പനയുടെ ആകെത്തുക. ഒന്നെങ്കിൽ 11 പാട്ട്, അതല്ലെങ്കിൽ 10, 12 പാട്ടുകൾ ഇതിനുണ്ടായിരിക്കും. പല തരത്തിലുള്ള ഇശലുകളായിരിക്കും ഇതിന് ഉപയോഗത്തിൽ വരിക. ഇനി അടുത്തൊരു വട്ടപ്പാട്ട് വേണ്ട. എന്നാ ഒപ്പനപ്പാട്ട് ഒപ്പനപ്പാട്ടിന്റെ വിജയമായി മാറ്റം മാത്രം. ഒപ്പനപ്പാട്ടിന്റെ ഇശല് രണ്ടിനും ക്രൈറ്റീരിയ ഒന്നായതുകൊണ്ട് അടിച്ചുവിടാം. ഒപ്പനപ്പാട്ടിന്റെ ഇശലിന് 20 മാർക്കുണ്ട്. പാട്ടിന്റെ സാഹിത്യം 20 മാർക്ക്. സാഹിത്യം ഏതെങ്കിലും ഒരു വിഷയം കൃത്യമായിട്ടുണ്ടാവും. ഒന്നുകിൽ ഏതെങ്കിലും പ്രവാചകന്റെ കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ തങ്ങളുടെ കല്യാണമായിരിക്കാം. ആ ഇതിവൃത്തം കൃത്യമായിരിക്കും. അതാണ് സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താളം കയ്യടിയുടെ ചേർച്ച വെക്കും. പാട്ടിന്റെ താളത്തിന് അനുസൃതമായിട്ടുള്ള കയ്യടിയുടെ ചേർച്ച, അതിനാണ് 20 മാർക്ക്. ശ്രുതിലയം, ശബ്ദഭംഗിയും. വേറെ ഏതെങ്കിലും പി ഒച്ചുള്ള ആളുകൾക്ക് ഇത് പാടിക്കഴിഞ്ഞാൽ ആകെ അശ്രുതിയിലായിരിക്കും പാടുക. അപ്പൊ അതുകൊണ്ട് ശബ്ദഭംഗി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തന്മയാർന്ന അവതരണം, ഒതുങ്ങി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള വിവരണത്തിന്റെ. ഇനി അടുത്തത് അവ ഇത് പറഞ്ഞാൽ ടി വിയിൽ നേരം പോലെ ശരിയാണ്. എങ്ങനെ